പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ ടേം സർജറി വരില്ല. സോ അത് ഷോർട്ട് ടേം വരുമ്പോൾ പലപ്പോഴും ലഭിക്കാത്ത മനസ്സിനെ വരും. ഓപ്പണാണോ? ഓപ്പണല്ല ക്ലോസ്. പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്തില്ലെങ്കിൽ തീർന്നു പോകുന്നു. നമ്മളുടെ കയ്യിൽ മറ്റേ ടച്ച് ഫോസപ്സ് ഉണ്ട്, അപ്പം ത്രെഡ് ചെയ്യാൻ എളുപ്പമാണ്. അത് വേറൊരു ഇതാട്ടോ. നമ്മുടെ ഈ ഇതായിട്ടേ ഐറിസ് ഫോസപ്സ് യൂസ് ചെയ്യാറുണ്ട്. ഐറിസ് ഫോസപ്സ് നല്ല ഭയങ്കര ഹാൻഡിയാണ്. ഇതേപോലെ ഇൻസേർഷൻ ഇങ്ങനത്തെ സാധനങ്ങൾ പിടിക്കാനും പ്രേമിക്കാത്തതിനും ഒക്കെ അത് ഇൻസേർഷന്. അതുപോലെ നമ്മുടെ UACക്ക് അംബ്ലിക്കൽ ആർട്ടീരിയൽ ലൈനിന് ഐറിസ് ഫോസപ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ബിക്കോസ് അത് ഡയലേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഡയലേറ്ററിനേക്കാളും കുറച്ചും കൂടി ഹാൻഡി ആയിട്ടും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള പോലത്തെ ഒരു സാധനം. ടിപ്പ് ഇങ്ങനെ റൗണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡയലേറ്റ് ചെയ്യാം. പക്ഷേ ഡയലേറ്റർ ഇങ്ങനെ ടിപ്പ് ഇങ്ങനെ പോകുന്നൊരു സാധനമാണ്, നേരെ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം. അതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ഐറിസ് ഫോസപ്സ് വെച്ച് ആദ്യം അത് വിടർത്തി അത് കുറച്ചും കൂടി അകത്ത് അംബ്ലിക്കൽ ആർട്ടീരിയൽ ലൈൻ യൂസ് ചെയ്തിട്ട് ഹൗ ലോങ് കെൻ യു കീപ് ഇറ്റ്? മോസ്റ്റ്ലി അംബ്ലിക്കൽ വെയിൻ ആയാലും ആർട്ടറി ആയാലും നമ്മളുടെ അവിടെ യൂഷ്വലി ഒരു ഫോസപ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഫോസപ്സ് കൊണ്ട് ഇങ്ങനെ ആക്കും പെട്ടെന്ന് കയറും. അപ്പം കൈ കൊണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കയറുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ഉപയോഗിച്ച് ശരി അത് കുറച്ച് മേലോട്ട് എടുത്തിട്ട് കുറച്ചുകൂടി പുറത്തേക്ക് എടുക്കാം. ഇനി അത് പിടിച്ചുകൊണ്ടൊക്കെ ത്രെഡ് ചെയ്യണം. രണ്ട് ലൂമൻ ഉണ്ടെങ്കിലും ബ്ലഡ് വിഡ്രോളിനും നമുക്ക് യൂസ് ചെയ്യാം, സാമ്പിളിങ്ങിനൊക്കെ യൂസ് ചെയ്യും. രണ്ട് ലൂമൻ ഉള്ളത് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. യൂഷ്വലി ഇതിൽ കൂടെ പേറ്റൻസി